ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവം ദാനമായി നൽകിയ ഈ പുതിയ ദിവസത്തിനായിട്ട് നമുക്ക് നന്ദി അർപ്പിക്കാം. ഇന്നത്തെ വായന ഭാഗം സംഖ്യാപുസ്തകം 8 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം പുറപ്പാട് പുസ്തകം 31 അധ്യായം 2 വാക്യം. ഊരിയുടെ മകൻ ബസലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. യെരുശലേം ദൈവാലയത്തിൻ്റെ കരകൗശല പണികളെല്ലാം ചെയ്യുന്നതിന് ദൈവം തിരഞ്ഞെടുത്ത അതിവിദഗ്ധനായ ശില്പിയായിരുന്നു ബസലേൽ. ബസലേൽ എന്ന പേരിൻ്റെ അർത്ഥം ദൈവനിഴലിൽ അഥവാ സംരക്ഷണം എന്നാണ്. വേദപുസ്തകത്തിൽ മറ്റൊരു വ്യക്തിക്ക് കൂടെ ഈ പേര് ഉള്ളതായിട്ട് കാണുന്നു. യഹൂദ ഗോത്രത്തിലെ ഹൂരിൻ്റെ മകനായ ഊരിയുടെ മകനായിരുന്നു ബസലേൽ. വിലയേറിയ ലോഹങ്ങളുടെയും കല്ലുകളുടെയും കൊത്തുപണിയിലും തടി കൊണ്ടുള്ള കൊത്തുപണിയിലും ഇദ്ദേഹം അഗ്രഗണ്യനാണെന്ന് കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകത്തിലെ വിവരണമനുസരിച്ച് സമാഗമന കൂടാരത്തിൻ്റെയും അതിൻ്റെ വിശുദ്ധ ഉപകരണങ്ങളുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുവാനും പുരോഹിതന്മാരുടെ വസ്ത്രങ്ങളും അവരുടെ സേവനത്തിന് ആവശ്യമായ എണ്ണയും ധൂപവർഗവും തയ്യാറാക്കുവാനുള്ള നിയോഗവും ദൈവം ബസലേലിനെയാണ് ഏൽപ്പിച്ചത്. അങ്ങനെയെങ്കിൽ ബസലേലിൽ വിളങ്ങിയ ശ്രേഷ്ഠത എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ദൈവിക ശുശ്രൂഷകൾക്ക് ചുമൽ കൊടുക്കുന്ന വ്യക്തി. കുറിവാക്യത്തിൽ നമ്മൾ കേട്ടതുപോലെ ബസലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ദൈവവിളിയോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ഒരു മനസ്സ് ബസലേലിന് ഉണ്ടായിരുന്നു. യാക്കോബിൻ്റെയും ലേയായുടെയും 4ാമത്തെ മകനായ യഹൂദയിൽ നിന്ന് രൂപം കൊണ്ട ഗോത്രത്തിലാണ് ബസലേൽ ജനിക്കുന്നത്. ഞാൻ യഹോവയെ സ്തുതിക്കും എന്ന് പറഞ്ഞാണ് ലേയ അവിടെ തൻ്റെ മകന് യഹൂദ എന്ന പേര് നൽകുന്നത്. അങ്ങനെയെങ്കിൽ തലമുറകളായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ മടി കാണിക്കാത്തവർ ആയിരുന്നു ഇക്കൂട്ടർ. ആ പാരമ്പര്യം നിലനിർത്തുവാൻ ഇവിടെ ബസലേലിന് സാധിക്കുന്നു. പലപ്പോഴും ദൈവിക ശുശ്രൂഷയ്ക്കായി തലമുറകളെ നൽകുവാൻ മടി കാണിക്കുന്ന ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റും ഉള്ളത്. സമൂഹത്തിൽ ഉന്നത പദവി നിലനിർത്തുവാനുള്ള എല്ലാ ജോലിയും ചെയ്യുവാൻ ഇന്ന് എല്ലാവരും ഒരുക്കമാണ്. എന്നാൽ ദൈവിക ശുശ്രൂഷയ്ക്കുള്ള പ്രാധാന്യം കുറഞ്ഞു പോകുന്നില്ലേ? ഇവിടെ ബസലേൽ നമുക്കൊരു മാതൃകയാണ്. ദൈവം പേർ ചൊല്ലി വിളിക്കുമ്പോൾ അതിന് ചുമൽ കൊടുക്കുവാൻ ബസലേൽ തയ്യാറാകുന്നു. രണ്ടാമതായിട്ട് സകലവിധ സാമർഥ്യവും കൊണ്ട് നിറഞ്ഞവൻ ആയിരുന്നു ബസലേൽ. പുറപ്പാട് 35 അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം ബസലേലിനെ കുറിച്ച് കാണുന്നുണ്ട്. രത്നം വെട്ടിപ്പതിപ്പിപ്പാനും മരത്തിൽ കൊത്തുപണിയായ സകലവിധ കൗശല പണികളും ചെയ്യുവാനും അവൻ ദിവ്യ ആത്മാവിനാൽ അവനെ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു എന്ന്. ഇവിടെ പറയുന്നത് ദൈവം ബസലേലിനെ ദിവ്യ ആത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവിക സാമർഥ്യവും അറിവുമാണ് ഇന്നത്തെ തലമുറയ്ക്ക് കൈമോശം വന്നിരിക്കുന്നത്. ഇന്നത്തെ സമൂഹത്തിൽ അക്രമവും അനീതിയും കൊടികുത്തി വാഴുമ്പോൾ ദൈവം നൽകുന്ന അറിവും കഴിവുകളും സാമർഥ്യവും അത് ദൈവനാമ മഹത്വത്തിനായിട്ട് ബസലേൽ വിനിയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, ദൈവിക ശുശ്രൂഷയ്ക്ക് ചുമൽ കൊടുക്കുവാൻ അല്ലെങ്കിൽ നമ്മുടെ തലമുറയെ ഇതിലേക്ക് നയിക്കുവാൻ നമുക്കിന്ന് സാധിക്കുമോ? ദൈവം നൽകുന്ന സാമർഥ്യവും നിപുണതയും പൊതുപ്രയോജനത്തിനായി നൽകപ്പെടണം. അതിനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ദൈവിക സാമർഥ്യത്താൽ നിറയുവാൻ അവിടുത്തെ ശുശ്രൂഷകൾക്ക് ചുമൽ കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.